ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അങ്ങനെ ഇൻറ്റഗ്രേഷൻ ഡേ 1 ഉദ്ഘാടനം ദിവസം 1 പരീക്ഷ കഴിഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ടീച്ചർ നിങ്ങളുടെ പരീക്ഷയുടെ ചോദ്യപേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ടീച്ചർക്ക് ഒത്തിരി സന്തോഷമായി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് ടീച്ചർ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇന്നലെ നമ്മുടെ ക്ലാസ് കണ്ടിട്ടുള്ള കൂട്ടുകാരൊക്കെ നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ എക്സാമിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ആദ്യം മക്കൾക്കുള്ള പ്രവർത്തനം നിറം നൽകാനായിരുന്നു. ഒരു ഭംഗിയുള്ള ചിത്രം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരു ചിത്രത്തിന് യോജിച്ച രീതിയിൽ നിറം നൽകാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ നിറമൊക്കെ നൽകിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് പ്രവർത്തനത്തിലോട്ട് പോവാം. വായിക്കാം, എഴുതാം, ഇങ്ങനെ ഒരു പ്രവർത്തനം വരും എന്നുള്ള കാര്യം ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം മക്കൾക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് ആദ്യം നോക്കാം. ഇന്ന് അവധിയാണ്, പുറത്തേക്കിറങ്ങിയാലോ? കാഴ്ചകൾ കണ്ടു നടക്കാം. മിത്ര പുറത്തേക്കിറങ്ങി. അവൾ വയൽവരമ്പിലൂടെ നടന്നു. ചുറ്റും പച്ച വിരിച്ച നെൽവയലുകൾ, ദൂരെ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, വലിയ തെങ്ങുകളും മരങ്ങളും. നടന്നു നടന്ന് അവൾ തോട്ടുവരമ്പിലെത്തി. കളകളം പാടി ഒഴുകുന്ന തോട്, തോട്ടിൽ നീന്തിത്തുടിക്കുന്ന മീനുകൾ. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ഇപ്പോൾ മഴ പെയ്യും. മിത്ര വീട്ടിലേക്ക് തിരിച്ചു നടന്നു. മ്യാവ് മ്യാവ്. എവിടെ നിന്നാ ശബ്ദം? അവൾ ചുറ്റും നോക്കി. തെങ്ങിൻ ചുവട്ടിൽ അതാ ഒരു പൂച്ചക്കുഞ്ഞ്. മഴ പെയ്താൽ പാവം നനയുമല്ലോ. അപ്പോൾ ഇതായിരുന്നു നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഭാഗം അല്ലേ. ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൂട്ടുകാർക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ദൂരെ ആകാശമുട്ട ഉയർന്നു നിൽക്കുന്നത് എന്താണ്? എന്താണ് മക്കളെ ആകാശമുട്ട ഉയർന്നു നിൽക്കുന്നു എന്ന് നമ്മുടെ കഥാഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്? മലനിരകളാണല്ലേ. അപ്പോൾ കൂട്ടുകാരവിടെ മലനിരകൾ എന്ന ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. മഴ പെയ്യാറായി എന്ന് തോന്നാൻ കാരണമെന്ത്? എന്തായിരുന്നു മക്കളെ? തണുത്ത കാറ്റ് വീശിയപ്പോഴാണ് മിത്രയ്ക്ക് മഴ പെയ്യാറായി എന്ന് തോന്നിയത് അല്ലേ. 3ാമത്തെ ചോദ്യം നോക്കൂ. പൂച്ചക്കുഞ്ഞിനെ കണ്ട മിത്ര എന്ത് ചെയ്തിട്ടുണ്ടാകും? അത് നമുക്ക് അതിൻ്റെ ഉത്തരം നമ്മുടെ കഥാഭാഗത്തില്ല. മക്കൾ നിങ്ങളുടെ ഒരു ആശയം വെച്ചിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. എന്തായിരിക്കും മക്കളെ മിത്ര ചെയ്തിട്ടുണ്ടായിരിക്കുക? അത് നനയല്ലോ എന്നുള്ള ഒരു സങ്കടം നമ്മുടെ മിത്രയ്ക്ക് ഉണ്ടായിരുന്നു അല്ലേ. അപ്പം നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അവൾ അതിനെ അവളുടെ വീട്ടിലോട്ട് കൂട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം മക്കൾ അത് നിങ്ങളുടെ അഭിപ്രായം പോലെയാണ് എഴുതേണ്ടത് കേട്ടോ. അതിൽ തന്നെയുള്ള അടുത്ത ചോദ്യം നോക്കിക്കേ. മിത്ര കണ്ട മറ്റു കാഴ്ചകൾ എന്തൊക്കെ കാഴ്ചകളാണ് മക്കളെ? വലിയ മരനിരകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തെങ്ങിൻ തോപ്പുകൾ, പിന്നെ കളകളം പാടി ഒഴുകുന്ന തോട്, അതുപോലെ തന്നെ തോട്ടിൽ നീന്തി തുടിക്കുന്ന മീനുകളിലെ ഇതൊക്കെ നമുക്ക് വായിക്കാൻ തന്നിട്ടുള്ള ഒരു ഭാഗത്ത് ഉണ്ട്. അപ്പം മക്കൾ അവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ട് പകർത്തി എഴുതിയാൽ മാത്രം മതിയായിരുന്നു അല്ലേ. അപ്പം ആദ്യത്തെ പ്രവർത്തനം മക്കൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫുൾ മാർക്ക് കിട്ടിയില്ലേ. ഇനി നമുക്ക് 2ാമത്തെ പ്രവർത്തനം നോക്കാം. സംഭാഷണം പൂർത്തിയാക്കാം. പൂച്ചക്കുഞ്ഞിനെയും എടുത്ത് മിത്ര വീട്ടിലെത്തി. മുറ്റത്ത് മുത്തശ്ശി മിത്രയെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പം നമ്മുടെ മിത്രയും അതുപോലെ തന്നെ മുത്തശ്ശിയും തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും? അവർ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ പൂർത്തീകരിച്ച് എഴുതാനാണ് മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു മുത്തശ്ശിയുടെ ഡയലോഗ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. മുത്തശ്ശി എന്താ പറഞ്ഞത്? മിത്രേ, നിൻ്റെ കയ്യിൽ എന്താന്ന് ചോദിച്ചു അല്ലേ. അപ്പം നമ്മുടെ മിത്ര എന്തുത്തരം പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഇതൊരു പാവം പൂച്ചക്കുഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അല്ലെങ്കിൽ പൂച്ചക്കുഞ്ഞ് എന്ന് മാത്രം ഉത്തരം എഴുതിയാലും മക്കൾക്ക് അവിടെ മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ എന്താണ് മുത്തശ്ശി ചോദിച്ചത്? നിനക്ക് ഇതിനെ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു അല്ലേ. അപ്പം നമ്മുടെ മിത്ര എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കും? അവൾക്ക് എവിടെ നിന്നാണ് അതിനെ കിട്ടിയിട്ടുള്ളത്? വയൽ വരമ്പിലൂടെ നടന്നു വരുന്ന വഴിയിൽ തെങ്ങിൻ ചുവട്ടിൽ കിടന്നാണ് ആ ഒരു പൂച്ചക്കുട്ടീനെ കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പം തെങ്ങിൻ ചുവട്ടിൽ നിന്നോ അല്ലെങ്കിൽ വയൽ വരമ്പിലൂടെ നടന്നു വരുന്ന വഴിക്ക് കിട്ടിയതാണെന്നോ അങ്ങനെ എന്ത് എഴുതിയാലും മക്കൾക്ക് അവിടെ മാർക്ക് തരൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുത്തശ്ശി പിന്നീട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? പാവം കുഞ്ഞ്, അതിന് വിശക്കുന്നുണ്ടാവും, നീ വല്ലതും കഴിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അല്ലെങ്കിൽ നീ അതിന് പാല് കൊടുക്കുമെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോയിട്ടുണ്ടാവും അല്ലേ. അപ്പം മക്കൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ എഴുതാട്ടോ. അപ്പം മക്കൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. ഈ ഒരു പ്രവർത്തനം ടീച്ചർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. രൂപങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം മക്കൾക്ക് വരും എന്നുള്ളത് നോക്കിക്കുക മക്കളെ. 3ാമത്തെ ആക്ടിവിറ്റി കിറ്റൻസ് ഹൗസ് കേട്ടോ. മിത്ര named her kitten Kurinji. Kurinji needs a home. A house with shapes having circle, rectangle and triangle. Look at the house of Kurinji. Count and write how many shapes are there. അതായത് നമ്മുടെ മിത്ര എന്ത് ചെയ്തു? അവൾ ആ ഒരു പൂച്ചക്കുഞ്ഞിന് കുറിഞ്ഞി എന്ന് പേരിട്ടു. അപ്പോൾ അവൾക്ക് ഒരു വീട് വേണം, നമ്മുടെ കുറിഞ്ഞിക്ക് ഒരു വീട് വേണം. അപ്പോൾ നമ്മൾ ഷേപ്സ് അല്ലേ, നമ്മൾ 3 ഷേപ്സ് അല്ലേ പഠിച്ചിട്ടുള്ള? സർക്കിള്, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ അല്ലേ. വട്ടവും ത്രികോണവും അതുപോലെ തന്നെ ചതുരവും, ഈ 3 നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? അപ്പോൾ ആ 3
രൂപങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കുറിഞ്ഞിക്കുള്ള വീടുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പിക്ചർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. മക്കളടുത്ത് പറഞ്ഞത് ഇതാണ്, ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് എണ്ണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ആദ്യം സർക്കിളാണ് തന്നിട്ടുള്ളത് അല്ലേ, വട്ടാണ് തന്നിട്ടുള്ളത്. എത്ര എണ്ണാണുള്ളത് മക്കളെ? 5 വട്ടം അവിടെ ഉണ്ട് അല്ലേ. അപ്പം മക്കൾ അവിടെ 5 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അടുത്തത് ഏതാണ് മക്കളെ? റെക്റ്റാങ്കിൾ ആണ് അല്ലേ, ചതുരാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര ഉണ്ട് മക്കളെ? ഒന്ന് എണ്ണി നോക്കിക്കേ. 6 എണ്ണം ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രയാങ്കിൾ ആണ് പറഞ്ഞിട്ടുള്ളത്, ത്രികോണം അല്ലേ. ത്രികോണം എത്രയുണ്ട് മക്കളെ? 1 2 3 4 ത്രികോണം നമുക്ക് അവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ മക്കൾ കറക്റ്റായിട്ട് എണ്ണി എഴുതുക കേട്ടോ. പിന്നെ മക്കളത് അവിടെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രോ എ പിക്ചർ യൂസിങ് സർക്കിൾ, റെക്റ്റാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ. അതായത് ആ 3 ഷേപ്സ് ഉപയോഗിച്ചുകൊണ്ട് മക്കളടുത്ത് സ്വയം ഒരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ടീച്ചർ നിങ്ങളടുത്ത് വരച്ച് പഠിക്കാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചു പോയിട്ടുള്ള കൂട്ടുകാർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മക്കൾക്ക് അടുത്ത ദിവസത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ടീച്ചർ ഇന്ന് വൈകിട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ഇരുന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നിങ്ങളുടെ അടുത്ത ചോദ്യം നോക്കിക്കേ. വൃത്തിയുള്ള വീട്. വീടായാൽ വൃത്തി വേണം. സുരക്ഷിതവും ആരോഗ്യകരവുമായ വീടിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി ടിക്ക് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ശരി നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ മക്കളെ, ഏതൊക്കെയാണ്? പരിസരത്ത് മാലിന്യങ്ങൾ ഇല്ല. അതെന്താണ്? നല്ല ആരോഗ്യകരമായിട്ടുള്ള വീടിൻ്റെ ഒരു സവിശേഷതയാണ് അല്ലേ. അപ്പോൾ അതിന് മക്കൾക്ക് ശരിയിട്ട് കൊടുക്കുക കേട്ടോ. അടുത്തത്, വീടിനകത്ത് സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടിരിക്കുന്നു. അത് ആരോഗ്യകരമായിട്ടുള്ള വീടിൻ്റെ സവിശേഷതയാണോ? അല്ല അല്ലേ, വൃത്തിയുള്ള വീടിൻ്റെ സവിശേഷതയല്ല. അപ്പോൾ അത് എന്ത് ചെയ്യുക മക്കൾ? തെറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി തെറ്റിട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. പിന്നെ പറഞ്ഞത്, ആവശ്യത്തിന് കാറ്റും വെളിച്ചവും ലഭിക്കുന്നു. അതും ശരിയായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അവിടെ ശരിയിട്ട് കൊടുക്കുക കേട്ടോ. അടുത്തത്, മാറാലകൾ തൂത്ത് വൃത്തിയാക്കുന്നു. അതും നല്ലൊരു സവിശേഷതയാണ് അല്ലേ. അപ്പോൾ മക്കൾക്ക് ശരിയിട്ട് കൊടുക്കാം. ലാസ്റ്റ് വൺ, വൃത്തിയില്ലാത്ത ശുചിമുറികൾ. അത് ശരിയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇങ്ങനെയാണ് മക്കൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ മക്കളെ, നമുക്കിനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി നോക്കാം കേട്ടോ. വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ വീടിൻ്റെ 2 സവിശേഷതകൾ കൂടി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിൽ തന്നിട്ടില്ലാത്ത മറ്റ് 2 സവിശേഷതകൾ കൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? വീടും മുറ്റവും ദിവസവും അടിച്ചു വാരുന്നത് അല്ലേ, അതൊരു നല്ല വീടിൻ്റെ സവിശേഷതയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൂമൊക്കെ എന്നും ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിടുന്നത്, അതുപോലെ തന്നെ വീട്ടിലുള്ള വസ്ത്രങ്ങളൊക്കെ വൃത്തിയായിട്ട് മടക്കി വെക്കുന്നത് എല്ലാം എന്താണ്? നല്ല വീടിൻ്റെ സവിശേഷതയാണ് കേട്ടോ. അപ്പം മക്കൾക്ക് അതിലിഷ്ടമുള്ളത് ഏതെങ്കിലുമൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നിങ്ങളുടെ ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കിക്കേ. ലെറ്റ്സ് മേക്ക് എ പ്ലേ ഹൗസ്. മിത്ര വാണ്ടഡ് ടു ബൈ തിങ്സ് ടു മേക്ക് എ പ്ലേ ഹൗസ് ഫോർ കുറിഞ്ഞി. മിത്ര ഓപ്പൺഡ് ഹെർ മണി ബോക്സ്. അതായത് നമ്മുടെ മിത്രയ്ക്ക് പ്ലേ ഹൗസ് ഉണ്ടാക്കുക, കുറിഞ്ഞിക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേ ഹൗസ് ഉണ്ടാക്കാനായിട്ട് എന്ത് വേണം? സാധനങ്ങളൊക്കെ മേടിക്കണം അല്ലേ. അപ്പോൾ അതിനായിട്ട് അവൾ എന്ത് ചെയ്തു? അവൾ ഈ മണി, അതായത് പൈസയൊക്കെ കളക്ട് ചെയ്ത് വെച്ചൊരു ബോക്സ് ഉണ്ട്, ഇട്ട് വെച്ചൊരു കൊടുക്കണ്ട്. അപ്പോൾ അതെന്ത് ചെയ്തു? അവൾ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പം അതിലുണ്ടായിരുന്ന നോട്ട്സും കോയിൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് തന്നതാണ് നമുക്ക് ആ ഒരു ടേബിൾ. അപ്പോൾ ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കോളം നോക്കിക്കേ മക്കളെ, 10 റുപ്പീസ് ആണ് അല്ലേ, 10 രൂപയാണ്. 10 രൂപയുടെ എത്ര എണ്ണം ഉണ്ടോ അവിടെ? 2 നോട്ടുകളാണുള്ളത് അല്ലേ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയായിട്ട് മാറും മക്കളെ? 20 ആയിട്ട് മാറും അല്ലേ. പിന്നെ നമ്മളടുത്ത് പറഞ്ഞത് 5 രൂപ നാണയമാണ് അല്ലേ. അപ്പോൾ അത് ടോട്ടൽ എത്രയാണ് പൈസ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്ര 5 രൂപ നാണയങ്ങൾ ചേർന്നാലാണ് 10 രൂപയാവുന്നത്? 2 5 രൂപ നാണയങ്ങൾ ചേർന്നാൽ 10 രൂപയാവും അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത നോക്കിക്കേ. നമുക്ക് 2 രൂപ നാണയങ്ങളാണ് തന്നിട്ടുള്ളത്. എത്ര എണ്ണം ഉണ്ട്? 3 2 രൂപ നാണയങ്ങളാണ് അല്ലേ. 3 2 രൂപ നാണയങ്ങൾ ചേർന്നാൽ എത്ര രൂപയാവും മക്കളെ? 6 രൂപയാവും അല്ലേ. അപ്പം മക്കൾ അവിടെ എത്ര എഴുതണം? 6 എന്ന് എഴുതണം. പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞത് 1 രൂപ നാണയമാണ് അല്ലേ. അത് ആകെ നമുക്ക് 4 എണ്ണം ഉണ്ട്, 4 രൂപയുണ്ട്. അപ്പോൾ എത്ര എണ്ണം വേണം മക്കളെ? 4 എണ്ണം ഉണ്ടായാലേ 4 രൂപയാവും. ഓക്കെ, പിന്നെ അതിൽ തന്നെ മക്കളടുത്ത് പറഞ്ഞത് ടോട്ടൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ രൂപയും കൂടി ചേർത്താൽ ആകെ എത്ര ഉണ്ടായിരിക്കുമെന്ന് കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 രൂപകൾ ചേർത്തപ്പോൾ നമുക്ക് 20 രൂപ കിട്ടി. 5 രൂപയുടെ നാണയങ്ങൾ ചേർത്തപ്പോൾ 10 രൂപ കിട്ടി. പിന്നെ 2 രൂപയുടെ നാണയങ്ങൾ ചേർത്തപ്പോൾ 6 രൂപയും 1 രൂപയുടെ നാണയങ്ങൾ ചേർത്തപ്പോൾ 4 രൂപയും കിട്ടിയില്ലേ. അപ്പോൾ ആകെ എത്ര രൂപ കിട്ടിയിട്ടുണ്ടായിരിക്കും മക്കളെ? 40 രൂപ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കൂട്ടുകാരവിടെ 40 എന്ന് ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നല്ല ഈസി ആയിട്ടുള്ളൊരു പരീക്ഷയായിരുന്നല്ലേ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.